പാലക്കാട് അട്ടപ്പാടിയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി 150 കോടിയോളം രൂപ ചെലവിൽ നടപ്പാക്കിയ കുടിവെള്ള പൈപ്പ് പൊട്ടി. താവളം ഭാഗത്താണ് ഭവാനി പുഴയിൽ നിന്നും ട്രയൽ പമ്പിങ്ങിനിടെ ഇത് പൊട്ടിയത്. അട്ടപ്പാടിയിൽ ഇതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം ശക്തവുമാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ളതാണ് 150 കോടി രൂപയുടെ ചെലവിൽ നടപ്പാക്കിയ കുടിവെള്ള പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈൻ പൊട്ടാനിടയായ സാഹചര്യം എന്താണ്? ജനങ്ങളുടെ ജീവിതത്തെ ഇതെങ്ങനെ ബാധിച്ചിട്ടുണ്ട്? അവരെന്താണ് പറയുന്നത്? ഗോപി ജി കെ, ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജൽജീവൻ മിഷന്റെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ പൈപ്പ് പൊട്ടി വരുന്ന ദൃശ്യങ്ങളാണ്. അത് വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. ഈ മഴക്കാലത്തടക്കം അമിതമായ തോതിൽ വെള്ളം ഇതിലേക്ക് അടിച്ചു കയറ്റിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭവാനിപ്പുഴയിൽ നിന്നാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിലുണ്ട്. ആ മേഖലയിൽ അട്ടപ്പാടി, താവളം, അഗളി അടക്കമുള്ള പല മേഖലകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്തതിനായാണ് ഈ പൈപ്പ് ഇത്തരത്തിൽ സ്ഥാപിച്ചത്. ട്രയൽ ലൈനിന്റെ ഭാഗമായി ഇതെല്ലാം സംഭവിക്കുമെന്ന അധികൃതർ ഒരു അനൌദ്യോഗിക വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും ആ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ നടത്തുന്നത്. വേനൽക്കാലത്ത് കടുത്ത വേനൽ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. ഇനി അടുത്ത വേനൽക്കാലത്തെങ്കിലും കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പൈപ്പ് പൊട്ടലും മറ്റു തകരാറുകളും ഒന്നും ഇല്ലാതിരിക്കണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വലിയ പ്രതിഷേധമുണ്ട്. കോടികൾ മുടക്കിയാണ് ഇത്തരത്തിൽ ജൽജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിങ്ങനെ ട്രയൽ റൺ നടക്കുമ്പോഴേക്കും പൊട്ടിപ്പോകുന്നുവെന്ന ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ സങ്കടപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ വെള്ളം ചാട്ടം പോലെ അല്ലെങ്കിൽ വെള്ളം ചീറ്റി പുറത്തേക്ക് വരുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജി കെ. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പലരും അവരുടെ അഭിപ്രായങ്ങൾ ഈ കാര്യങ്ങളിൽ കുറിക്കുന്നുണ്ട്. സ്ഥിരമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു പ്രേക്ഷകയാണ് സീന മുഹമ്മദ്. സീന പറയുന്നു, ഓരോ പ്രദേശത്തെയും സ്വഭാവം അനുസരിച്ച് വേണം അവിടെ വികസനം കൊണ്ടുവരാൻ. അല്ലാതെ ചെയ്താൽ ജനങ്ങൾക്ക് ഉപകാരത്തിന് പകരം ഉപദ്രവമായി മാറും പല വികസനവും എന്നത്. സീന, ഇത് എല്ലാ വികസിത രാജ്യങ്ങളിലെയും ഒരു സാമാന്യ തത്വമാണ്, ഒരു പൊതു തത്വമാണ്. വികസനം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും നമ്മുടെ ജനജീവിതത്തിനുമൊക്കെ അനുസൃതമായിട്ടായിരിക്കണം. അതിൽ വലിയ അന്വേഷണവും പരിശോധനകളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കണം വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്, അത് ആസൂത്രണം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ തലതിരിഞ്ഞ വികസനമാകും അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളും. പൊതുജനം ആ ഘട്ടങ്ങളിൽ കഴുതയായി മാറുമോ എന്ന് പോലും നമുക്ക് തോന്നും. ഏതായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് നമുക്ക് ചുറ്റും.